മറുനാടും മലനാടും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. കെയർ ആൻഡ് ക്യൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഖത്തറിലെ ഒരു പ്രമുഖമായ ബിസിനസ് സ്ഥാപനമാണ്. പ്രധാനമായും അവർ ഡീൽ ചെയ്യുന്നത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ്. ലോകത്തിലെ ഉന്നത നിലവാരമുള്ള 30ഓളം മരുന്ന് കമ്പനികളുടെ സോൾ ഏജന്റാണ് ഖത്തറിൽ കെയർ ആൻഡ് ക്യൂർ. കെയർ ആൻഡ് ക്യൂറിന്റെ സാരഥി ഒരു മലയാളിയാണ്, ശ്രീ അബ്ദുൾ റഹ്മാൻ. ലോകത്തിലെ ഉന്നത നിലവാരമുള്ള 30ഓളം മരുന്ന് കമ്പനികളുടെ ഖത്തറിലെ സോൾ ഏജന്റാണ് കെയർ ആൻഡ് ക്യൂർ. ൽ ഖത്തറിലെ കോർണിഷ് ഫാർമസി എന്ന സ്ഥാപനത്തിൽ നിന്നാണ് നാം ഇന്നു കാണുന്ന കെയർ ആൻഡ് ക്യൂറിന്റെ തുടക്കം. ഇതിനെക്കുറിച്ച് ശ്രീ അബ്ദുൾ റഹ്മാൻ ഓർക്കുന്നു. ഖത്തറിലെ മെഡിക്കൽ റെപ്പ് ജോലിയുടെ ഭാഗമായി ഒരുപാട് ഡോക്ടർമാരുമായി നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ മോഹൻ തോമസ്. ഡോക്ടർ മോഹൻ തോമസ് ഒരിക്കൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, പുള്ളി ഒരു മെഡിക്കൽ ക്ലിനിക്ക് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. ആ ക്ലിനിക്കിന് വേണ്ട സ്ഥലം കണ്ടെത്താൻ ഒന്ന് സഹായിക്കുമോ എന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ ഞാൻ ആ സ്ഥലം കണ്ടെത്താൻ സഹായിക്കുകയും അതിനുശേഷം ഒരാശയം അദ്ദേഹത്തോട് മുന്നോട്ട് വെക്കുകയും ചെയ്തു. എന്തുകൊണ്ട് നമുക്ക് ആ ക്ലിനിക്കിനോട് ചേർന്നുകൊണ്ട് ഒരു ഫാർമസി തുടങ്ങിക്കൂടാ? അദ്ദേഹത്തിന് ആ ആശയം ഇഷ്ടപ്പെടുകയും ഞങ്ങൾ ഒരുമിച്ച് ആ ഫാർമസി തുടങ്ങാൻ പരിപാടി ഇടുകയാണ് ചെയ്തത്. അതാണ് എൻ്റെ ഖത്തറിലെ ആദ്യത്തെ ബിസിനസ് സ്ഥാപനം. കോർണിഷ് ഫാർമസി എന്ന പേരിൽ ഞാനും ഡോക്ടർ മോഹൻ തോമസും ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തായ ഹസൻ കുഞ്ഞിയും പിന്നെ ഞങ്ങളുടെ സ്പോൺസറും ചേർന്നുകൊണ്ടാണ് ആദ്യ സ്ഥാപനം തുടങ്ങിയത്. ഖത്തറിലെ സൂഖ് ഫാലയിൽ ആണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇന്ന് ആ സ്ഥലം പൊളിച്ചുപോയി. അങ്ങനെയൊരു സ്ഥാപനമോ അങ്ങനെ ഒരു ബിൽഡിങ്ങോ ഇന്ന് നമുക്കവിടെ കാണാൻ കഴിയില്ല. ഈ കോർണിഷ് ഫാർമസിയിൽ നിന്നും തുടങ്ങിയ യാത്ര ഇന്നുള്ള ഈ കെയർ ആൻഡ് ക്യൂർ ഗ്രൂപ്പായിട്ട് മാറുന്നത്. ഈ യാത്രയിൽ പല ഘട്ടങ്ങളിലായി എൻ്റെ കൂടെ പാർട്ണർമാരായിരുന്ന ഡോക്ടർ തോമസും ഹസൻ കുഞ്ഞും അവരവരുടെ മേഖലകളിലേക്ക് ശ്രദ്ധ ഊന്നാൻ വേണ്ടി എന്നോട് ഒറ്റയ്ക്ക് ഈ സ്ഥാപനം നടത്തിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് വിട പറഞ്ഞു. എന്നാൽ ഇപ്പോഴും അവരുടെ സഹായവും അവരുടെ നല്ല മനസ്സിനും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഫാർമസിസ്റ്റിന്റെ പരിചയ സമ്പത്ത് ഉപയോഗപ്പെടുത്തി ശ്രീ അബ്ദുൾ റഹ്മാൻ UAE ജുൽഫാർ എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ക്വാളിറ്റി കൺട്രോളറായി ജീവിതം ആരംഭിച്ചു. തുടർന്ന് ഇദ്ദേഹത്തിന്റെ അധ്വാനശീലവും ഈ മേഖലയിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള വ്യഗ്രതയും 1993 മെഫ എന്ന കമ്പനിയിലെത്തിച്ചു. മെഫ എന്ന സ്വിസ് കമ്പനിയാണ് ആദ്യമായി ഇദ്ദേഹത്തെ ഖത്തറിലെത്തിക്കുന്നത്. ചേന്നമംഗല്ലൂർ കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രകൃതി സുന്ദരമായ ഗ്രാമം. അവിടുത്തെ സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ദേവഗിരി കോളേജിൽ നിന്നും പ്രീ ഡിഗ്രിയും അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഫാർമസി വിദ്യാഭ്യാസവും കഴിഞ്ഞ് കുറച്ചു കാലം ഒരു ചെറിയ മെഡിക്കൽ സ്റ്റോറിൽ ജോലി ചെയ്ത് ആദ്യം എത്തിയത് UAE UAE റാസൽ കൈമയിൽ ജുൽഫാർ എന്ന ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിൽ ക്വാളിറ്റി കൺട്രോൾ വിഭാഗത്തിൽ ജോലി ചെയ്തുകൊണ്ടാണ് എൻ്റെ ഗൾഫ് വാസം ആരംഭിക്കുന്നത്. അതിനുശേഷം 1993 ഞാൻ മെഫ എന്ന ഒരു സ്വിസ് കമ്പനിയിൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. അവരാണ് എന്നെ ആദ്യമായി ഖത്തറിലേക്ക് അയക്കുന്നത്. 93 ഫെബ്രുവരി മുതൽ ഞാൻ ഇവിടെ ഖത്തറിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. തുടക്കകാലത്ത് റീറ്റെയിൽ വ്യാപാരത്തിൽ മാത്രം ഒതുങ്ങി നിന്ന കെയർ ആൻഡ് ക്യൂർ പിന്നീട് മൊത്ത വ്യാപാര മേഖലയിൽ കൂടി ചുവടുവയ്ക്കുകയായിരുന്നു. ഇതിന്റെ ആദ്യ പടിയെന്നോണം USA ബ്രാൻഡായ 21st സെഞ്ചുറി വിറ്റാമിൻസ് മെഡിസിൻ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തു തുടങ്ങി. കെയർ ആൻഡ് ക്യൂർ കൂടാതെ മറ്റു ഫാർമസികൾക്കും കൂടുതൽ മെഡിസിനുകൾ ഇമ്പോർട്ട് ചെയ്ത് നൽകുന്നതിനായി ട്രേഡിംഗ് ഡിവിഷനും തുടങ്ങി. തുടർന്ന് വിവിധ മേഖലകളിലേക്ക് വ്യവസായം വ്യാപിപ്പിക്കുകയായിരുന്നു അബ്ദുൾ റഹ്മാനും അദ്ദേഹത്തിന്റെ കർമ്മോത്സുകരായ ജീവനക്കാരും. കെയർ ആൻഡ് ക്യൂറിന് ഇന്ന് 25ഓളം റീറ്റെയിൽ ഫാർമസികളുണ്ട്. അതിനു പുറമെ കെയർ ആൻഡ് ക്യൂർ ട്രേഡിങ്ങിന്റെ ഭാഗമായി വ്യത്യസ്ത മേഖലകളിൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് കെയർ ആൻഡ് ക്യൂർ ഏജൻസീസ് ആണ്. കെയർ ആൻഡ് ക്യൂർ ഏജൻസീസ് ഇന്ന് 30ലധികം കമ്പനികളുടെ ഖത്തറിലെ മൊത്ത വിതരണക്കാരാണ്. ഖത്തറിലെ സൂപ്പർ മാർക്കറ്റുകൾക്കും ഫാർമസികൾക്കും ബ്യൂട്ടി സലൂണുകൾക്കും ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകൾക്കും ആവശ്യമായ വ്യത്യസ്ത പ്രോഡക്റ്റുകൾ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് വിതരണം ചെയ്യുന്നു. ഇതിനായി സുസജ്ജമായ ഒരു സംവിധാനം
നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരുക്കിയിട്ടുണ്ട്. ഡെലിവറി വാൻസും വളരെ സുസജ്ജമായ മെഡിക്കൽ സ്റ്റോർ ഫെസിലിറ്റിയും കെയർ ആൻഡ് ക്യൂറിനുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് കെയർ ആൻഡ് ക്യൂർ ഫാർമസികൾക്ക് ആവശ്യമായ മരുന്നും മറ്റ് പ്രോഡക്റ്റുകളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഇതേ ഫെസിലിറ്റിയിൽ നിന്ന് തന്നെയാണ്. ആരോഗ്യ സംരക്ഷണത്തിന് മനുഷ്യർ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളാൽ എത്തുന്ന കസ്റ്റമേഴ്സിന് ലോകോത്തര നിലവാരത്തിലുള്ള മെഡിസിൻസ് നൽകുക എന്നത് കെയർ ആൻഡ് ക്യൂർ എന്ന സ്ഥാപനത്തിന്റെ പ്രഥമ ലക്ഷ്യമാണ്. കെയർ ആൻഡ് ക്യൂറിലെ 2 വാക്കുകൾ മെഡിക്കൽ മേഖലയിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നിർവഹിക്കുന്നത്. അതിലൊന്ന് കെയർ, മറ്റൊന്ന് ക്യൂർ. ബിസിനസ് 2 രൂപത്തിൽ ചെയ്യാൻ പറ്റും. തലച്ചോറ് കൊണ്ടും ചെയ്യാം, ഹൃദയം കൊണ്ടും ചെയ്യാം. ഞാൻ ഇത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് കയറി വരുന്നവർക്ക് അവർ അനുഭവിക്കുന്ന രോഗത്തിൽ നിന്നും ക്യൂർ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്യൂർ അവർക്ക് കൊടുക്കാൻ ആവശ്യമായ മരുന്നുകൾ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നു. എന്നാൽ ഈ വരുന്ന രോഗികൾക്ക് ക്യൂറിനോടൊപ്പം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വേദനയിൽ അവരുടെ പ്രയാസങ്ങളെ ഞങ്ങൾ എംപതിയോടുകൂടി കെയറോടുകൂടി അപ്രോച്ച് ചെയ്യുമ്പോഴാണ് അവർക്കത് ശരിയായി അനുഭവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഒരു അനുഭവം കൊടുക്കാൻ കഴിയണമെന്നുള്ളതാണ് കെയർ ആൻഡ് ക്യൂറിലെ ഓരോ സ്റ്റാഫിൻ്റെയും ആഗ്രഹം. കെയർ ആൻഡ് ക്യൂറിന്റെ മെഡിക്കൽ ഡിവിഷനിൽ മരുന്നുകൾ വിൽക്കുക മാത്രമല്ല ചെയ്യുന്നത്. ഖത്തറിൽ ആദ്യമായി മെഡിക്കൽ എക്യുപ്മെന്റ്സ് മാത്രം വിൽക്കുന്ന ഒരു ഷോറൂം തുടങ്ങിയത് കെയർ ആൻഡ് ക്യൂർ ആണ്. നേരിട്ട് വരുന്ന ഉപഭോക്താക്കൾക്ക് പുറമെ 100 കണക്കിന് കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി ഗുണമേന്മയുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതും അഭിമാനാർഹമാണ്. കെയർ ആൻഡ് ക്യൂറിന് മെഡിക്കൽ ഡിവിഷന് പുറമെ ഒട്ടനവധി മേഖലകൾ കൂടിയുണ്ട്. ഹൈഡ്രോ കെയർ അതിലൊന്നാണ്. 2007 ഖത്തറിൽ തുടങ്ങിയ ഈ സ്ഥാപനത്തിന് സൗദി അറേബ്യ, UAE, ഒമാൻ എന്നിവിടങ്ങളിൽ ശാഖകളുണ്ട്. ബിസിനസ് സംബന്ധിയായ ഒരു ദുബായ് യാത്രയിലാണ് അടുത്ത സുഹൃത്തായ സലീം ഒരു പുതിയ ബിസിനസ് ആശയം മുന്നോട്ട് വെക്കുന്നത്. സലീം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹെവി എക്യുപ്മെൻറ്റ് ഫിൽറ്റർ മേഖലയിൽ ഒരു സ്ഥാപനം ഖത്തറിൽ തുടങ്ങുന്നതിനെക്കുറിച്ച്. അങ്ങനെയാണ് ഹൈഡ്രോ കെയർ എന്ന സ്ഥാപനം ഖത്തറിലുണ്ടാവുന്നത്. ഹൈഡ്രോ കെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2007 അൽക്കോറിലാണ് ആദ്യമായിട്ട് നമ്മളൊരു ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ക്രിമ്പിംഗ് ആണ്, ഹൈഡ്രോളിക് ക്രിമ്പിംഗ് വർക്ക്ഷോപ്പാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 2 സ്റ്റാഫായിരുന്നു തുടക്കത്തിലുണ്ടായി. പിന്നെ നമ്മൾ 2008 ആദ്യത്തെ ഷോറൂം ദോഹ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ സ്ട്രീറ്റ് നമ്പർ 15 സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷമാണ് നമുക്ക് ബ്രാൻഡ്, ഇന്റർനാഷണൽ ബ്രാൻഡായിട്ടുള്ള സക്യൂറ ആൻഡ് ആൽക്കോ നമ്മളെ സോൾ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഖത്തറിലേക്ക് എടുത്തു. അതിനുശേഷം നമുക്ക് സ്റ്റാഫിന്റെ എണ്ണം കൂടി ഇപ്പം അറ്റ് പ്രസന്റ് നമുക്കുള്ളത് 30 സ്റ്റാഫുകളുണ്ട് ടോട്ടലായിട്ട്. 4 നാഷണാലിറ്റീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, ബംഗ്ലാദേശ് വർക്ക് ചെയ്യുന്നുണ്ട്, നേപ്പാളീസ് വർക്ക് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാനീസ് ഉണ്ട്. ഇന്ന് ഹൈഡ്രോ കെയറിന് ഖത്തറിലും സൗദിയിലും UAEയിലും ഒമാനിലും ബിസിനസ്സുകളുണ്ട്. ലോകപ്രശസ്തമായ ഫിൽറ്റർ കമ്പനികളുടെ സോൾ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഈ രാജ്യങ്ങളിലൊക്കെ ഹൈഡ്രോ കെയറിനുണ്ട്. ഹെവി എക്യുപ്മെന്റ് ഫിൽറ്റേഴ്സ് ആൻഡ് ഹൈഡ്രോളിക് സർവീസസ് ആണ് ഹൈഡ്രോ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയതിനുള്ള അംഗീകാരങ്ങളും ഹൈഡ്രോ കെയറിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. കെയർ ആൻഡ് ക്യൂറിന്റെ മറ്റൊരു ഡിവിഷനാണ് അൽ ഗാലിയ കമ്പ്യൂട്ടർ സിസ്റ്റംസ്. കഴിഞ്ഞ 9 വർഷമായി ഖത്തറിലെ ഒറീഡോ എന്ന പ്രമുഖ ടെലികോം കമ്പനിയുടെ കോൺട്രാക്ടർ കൂടിയാണ് അൽ ഗാലിയ. 2010 ബെസ്റ്റ് കോൺട്രാക്ടർ അവാർഡ് ലഭിച്ചതിൽ ഇവർ അഭിമാനിക്കുന്നു. ഖത്തറിലെ പ്രധാന ടെലിഫോൺ സേവനദാതാക്കളായ ഉരീദുവിന്റെ ഒരു പ്രധാന കോൺട്രാക്ടറാണ് അൽ ഗാലിയ കമ്പ്യൂട്ടേഴ്സ്. ഞങ്ങളുടെ പ്രധാന പ്രവർത്തന മേഖല ഫൈബർ ഒപ്റ്റിക് കേബിളിംഗ് ആണ്. ഖത്തറിന്റെ മുക്കും മൂലയിലും ഉള്ള പഴയ കോപ്പർ കേബിളുകൾ മാറ്റി പുതിയ ഫൈബർ ഒപ്റ്റിക് കേബിളുകളാക്കി മാറ്റുന്ന ഒരു വലിയ പ്രോജക്റ്റ് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അൽ ഗാലിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 150-ൽ പരം ടെക്നീഷ്യൻസ് ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അൽ ഗാലിയ കമ്പ്യൂട്ടേഴ്സ് പ്രിഫേർഡ് കോൺട്രാക്ടർ എന്ന അപ്രീസിയേഷൻ അവാർഡിന് അർഹരായിട്ടുള്ള ഒരു കമ്പനിയാണ്. കെയർ ആൻഡ് ക്യൂർ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയുടെ കൊറീഷൻ കൺട്രോൾ ചെയ്യുന്ന സർവീസ് നൽകുന്നതിന് വേണ്ടി ടെക് കെയർ എന്ന ഒരു ഡിവിഷൻ കൂടി തുടങ്ങി. ടെക് കെയർ ഖത്തർ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പൈപ്പ് കൊറോഷൻ കൺട്രോളാണ് പ്രധാന പ്രവർത്തന മേഖല. QPയുടെ പ്രൊജക്റ്റുകളും ഇവിടുത്തെ ഖത്തറിലെ പ്രധാന കോൺട്രാക്ടർമാരുടെ പ്രൊജക്റ്റുകളും
ടെക് കെയർ ഖത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രധാന വർക്ക് സൈറ്റുകൾ ഉംസെയ്ദ്, ദുഖാന്, അതേപോലെ തന്നെ ദോഹയിലെ വ്യത്യസ്ത മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഖത്തർ പെട്രോളിയം, ഖത്തർ ഗ്യാസ്, റാസ് ഗ്യാസ് തുടങ്ങി നിരവധി കമ്പനികളുടെ പ്രോജക്ട്സ് ഇതിനോടകം തന്നെ ചെയ്തു തീർത്തു ടെക് കെയർ. അഷ്ഗാൽ, അതുപോലെ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ എന്നിവയ്ക്ക് വേണ്ടിയും സേവനങ്ങൾ നൽകി വരുന്നു. ടെക് കെയറിൽ ഈ കൊറോഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട എഞ്ചിനീയേഴ്സും ടെക്നീഷ്യൻസും ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് വളരെ നല്ല ക്വാളിറ്റിയിലുള്ള വർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. കെയർ ആൻഡ് ക്യൂർ ഇന്ന് ഈ വളർച്ചയുടെ പാതയിൽ നിൽക്കുന്നത് എല്ലാ ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് ശ്രീ അബ്ദുൾ റഹ്മാൻ അടിവരയിട്ട് പറയുന്നു. ഞങ്ങളുടെ പ്രധാന കസ്റ്റമേഴ്സായ ഹെംപൽ, മുവാസലാത്ത് എന്നിവരുടെ പ്രോജക്റ്റുകളിലാണ് ഇപ്പോൾ ടീം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെംപലിൻ്റെ ഫാക്ടറിയും അതിൻ്റെ അനുബന്ധ സൗകര്യങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് ഫയർ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന വർക്ക് ഞങ്ങളുടെ ടീം വളരെ വിജയകരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെ ഖത്തറിലെ ടാക്സി സർവീസിലെ അജയ്യരായ മുവാസലാത്തിൻ്റെ ഒരു വലിയ പ്രോജക്റ്റ് ഇപ്പോൾ കെയർകോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്പനിയിലെ ഏറ്റവും നല്ല അസറ്റായി പരിഗണിക്കുന്നത് ഇതിന്റെ വിശ്വസ്തരായ എംപ്ലോയികളാണ് എന്നാണ് മാനേജ്മെന്റ് വിശ്വസിക്കുന്നത്. 500-ൽ പരം തൊഴിലാളികൾ സേവനമനുഷ്ഠിക്കുന്ന കെയർ ആൻഡ് ക്യൂർ ഗ്രൂപ്പ് തീർച്ചയായും ഒരു പ്രൊഫഷണൽ കമ്പനിയുമായി മാറിയതോടൊപ്പം തന്നെ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു കുടുംബം പോലെ ഇതിനെ പ്രവർത്തിച്ച് ഇതിന്റെ കമ്പനിയുടെ പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതും കൂടി ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. എൻ്റെ സഹോദരൻ ഹസനുൽ ബന്നയും ഈ കെയർ ആൻഡ് ക്യൂർ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറാണ്, എൻ്റെ പാർട്ട്ണറാണ്. അദ്ദേഹം നാട്ടിലെ ഞങ്ങളുടെ ആക്ടിവിറ്റീസിൽ വളരെ സജീവമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. കൂട്ടത്തിൽ പറയട്ടെ, എൻ്റെ ഭാര്യ സാഹിദ ഞങ്ങളുടെ പർച്ചേസിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. മകൾ ഷാന പർവീൻ, എൻ്റെ മരുമകൻ മൊഹ്സിൻ മരക്കാർ. എനിക്ക് മൊത്തം 4 മക്കളാണ്. അതിൽ ബാക്കി 3 പേർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഷബാന മെഡിസിൻ ഫൈനൽ ഇയറും, ഷഹ്ല ബികോം ഫസ്റ്റ് ഇയർ, ആൻഡ് ഷസ്ന ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു.